ഓക്കെ UK വേഴ്സസ് 60 മാറുന്നു. പോസ് ചെയ്തായിരുന്നു. അപ്പോൾ 15 വേഴ്സസ് 15 തോന്നുന്നു. ഓക്കെ, അവർ കണ്ടുമുട്ടി. തുടങ്ങി 2.5 മിനിറ്റായി. എനിക്ക് തോന്നുന്നു ഇപ്പം അടിയാവാൻ ചാൻസ് ഉണ്ട്. 2 ടീം ഒരുമിച്ചായി ഇവിടെ. ബ്ലിപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവുമായിരുന്നു. വണ്ടി മറിഞ്ഞ് കിടക്കില്ല എന്ന് തോന്നണ കണ്ടിട്ട്. മഗ്മനെ റേഡിയോ കയറുന്നത്. അയ്യോ, റേഡിയോ എങ്ങനെ കയറും? എൻ്റെ കയ്യിലില്ല. ഉണ്ടാവോ? ആ, കയ്യിൽ റേഡിയോ ഇല്ല. അന്ന് ഞാൻ കയറിയില്ലായിരുന്നു. ചാപ്പ് എങ്ങനെ ഇടാ? ഞാൻ വേണേ ഇതിടാം, സെറ്റിടാം. ജെയിൻ ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഓക്കെ, അടിയായി ഇവിടെ. XG വേഴ്സസ് UK. XG ബ്രസീലിയൻ മാംഗോനെ അടിച്ചിട്ടുണ്ട്. എക്സിലത്തെ UK ബ്രസീലിയൻ. ദാമോദർ സിംഗ് അവിടെ ജെറിക് ഫാൻസിനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അടിയായി. എനിക്ക് തോന്നുന്നു എക്സിത്തെ ആൾക്കാർ മാത്രമേ ഡൗൺ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എക്സിത്ത് 3-4 ആൾക്കാർ ഇപ്പം തന്നെ ഡൗൺ ആയി. ആ, UK ഒരാൾ ഡൗൺ ആയി അവിടെ. അയ്യോ, എക്സി കോക്കാച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഡൗൺ ആയി. മൈക്കീസനോ ഡൗൺ. UK ആക്ച്വലി UK ഒരാളെ ഡൗൺ ആവുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ UK കയറി പുഷ് ചെയ്യുന്നുണ്ട്. ഇവിടെയും പുഷ്. പുള്ളി എന്താ തോക്കെടുക്കാത്ത? റിപ്പർ മത്തായി. പുള്ളി ചുറ്റിക്കെടുത്തടിക്കാൻ പോയതാണ്. ഓൾ ഡൗൺ ആയോ? യാ, ആക്ച്വലി കഴിഞ്ഞോ? നെക്സ്റ്റ് ഓൾ ഡൗൺ ആയി. ആ, ഓൾ ഡൗൺ ആയി. പെട്ടെന്ന് തീർന്നില്ല. ആ, അവർ 2 ടീം ഇറങ്ങി അടിച്ചു. പക്ഷെ UK എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ഡൗൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. UK എത്ര പേരെ കളിക്കാറ്? 15-നല്ലേ? 4 പേരെ കണ്ട് ഡൗൺ ആയിട്ടുള്ളൂ UK. തീർന്നുണ്ട്. അപ്പോൾ GG ഗൈസ്, പെട്ടെന്ന് തീർന്നു മാച്ച്. തുടങ്ങിയതും തീർന്നു. കുറച്ച് പോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടൂർണമെൻ്റ് ക്വാർട്ടർ ഫൈനലിലത്തെ ഇതൊക്കെ കൊണ്ടിട്ട് ഡയറക്റ്റ് ഒരു സെമിയിലോട്ട് പോകുന്നതാണ്. അതിന് പോയിന്റ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലാന്ന് തോന്നണം. ഡയറക്റ്റ് കയറുന്നതാണ് സെമിയിലോട്ട്. അപ്പോൾ GG.